ദൈവവചനത്തിലെ ഒരു മനോഹരമായ അനുഗ്രഹമുണ്ട്. അബ്രഹാമിനോട് കൊടുത്തിട്ട് എങ്ങനെയാ പറഞ്ഞത്? നിന്നെ അനുഗ്രഹിക്കുന്നവൻ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അബ്രഹാമിൻ്റെ അനുഗ്രഹം നല്ല ഒച്ചത്തിൽ പറയണം, ഉറപ്പുള്ളവർ മാത്രമേ പറയുള്ളൂ. അബ്രഹാമിൻ്റെ അനുഗ്രഹം എൻ്റെ മേലുണ്ട്. ക്രിസ്തു മുഖാന്തരം എന്നെ അനുഗ്രഹിക്കുന്നവൻ ദൈവം അനുഗ്രഹിക്കും, എന്നെ ശപിക്കുന്നവനെ ദൈവം ശപിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരും. രണ്ട് സിസ്റ്റം ഒരുപോലെ നടക്കുക. ഒന്ന് ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം, ഒന്ന് ലോകത്തിലെ സിസ്റ്റം. അതുകൊണ്ട് വചനം റോമർക്കെഴുതിയ ലേഖനം 12:2 പറയുന്നത്, ലോകത്തോട് അനുരൂപരാകരുത്, അത് നാശത്തിൻ്റെ സിസ്റ്റമാണ്. ലോകത്തിൻ്റെ സിസ്റ്റം നശിക്കുന്ന സിസ്റ്റമാണ്. ലോകത്തിൻ്റെ പ്രമാണങ്ങൾ, ഹല്ലേലൂയ, അസാധ്യതയുടെ പ്രമാണങ്ങളാണ്. നിങ്ങളെ ഒതുക്കിക്കളയും, നിങ്ങളെ അവിടെ നിർത്തിക്കളയും. എന്നാൽ ദൈവരാജ്യം പറഞ്ഞാട്ടെ, ദൈവരാജ്യം ഒന്ന് ഒച്ചത്തിൽ പറയണം, ദൈവരാജ്യം. അതുകൊണ്ട് വചനം പറയുന്നത്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13 ഇങ്ങനെയാണ് പറയുന്നത്, അതെ, നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച്, ഒന്ന് ഉറച്ച് പറയണം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും ഞാൻ വിടുതൽ പ്രാപിച്ചതാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഉറച്ചൊന്ന് പറയണം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും പരിപൂർണമായി ഞാൻ വിടുതൽ പ്രാപിച്ചു. ഇരുട്ടെന്ന് പറഞ്ഞാൽ അസമാധാനം, ഇരുട്ടെന്ന് പറഞ്ഞാൽ അസ്വസ്ഥത, ഇരുട്ടെന്ന് പറഞ്ഞാൽ രോഗം, ഇരുട്ടെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, ഇരുട്ടെന്ന് പറഞ്ഞാൽ എല്ലാ മോശം മനസ്സിൽ അതിൻ്റെ കൂടെ സമമാണ് ഇരുട്ട്. അവിടെ നിന്നും കർത്താവ് എന്നെ വിടുവിച്ച് തൻ്റെ രാജ്യത്തിൽ കൊണ്ടാക്കിയിരിക്കുക. പറഞ്ഞാട്ട്, ഞാൻ ഇന്ന് ദൈവരാജ്യത്തിലാണ് നിൽക്കുന്നത്. ഈ രാജ്യം ശക്തിയുള്ള രാജ്യമാണ്. ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ വിടുതലുണ്ട്. ഏത് സമയത്തും ഓടിച്ചെല്ലാവുന്ന ഒരു സ്ഥാനമുണ്ട്. തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കാനും തങ്കുബ്രദറിൻ്റെ അടുക്കിലേക്ക് വരേണ്ട ഓടിച്ചെല്ലാവുന്ന ഒരു സ്ഥലമുണ്ട്. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്ഥലമുണ്ട്. കൃപയുടെ സിംഹാസനത്തിലേക്ക് ഓടിച്ചെല്ലാനുള്ള സമയമുണ്ട്. അവിടെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എൻ്റെ മഹാപുരോഹിതൻ ഇരിപ്പുണ്ട്, എൻ്റെ സഖി ഇരിപ്പുണ്ട്, എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ ഇരിപ്പുണ്ട്, എനിക്ക് വേണ്ടി എല്ലാം ആയിരിക്കുന്നവൻ ഇരിപ്പുണ്ട്. എന്നോടുള്ള സ്നേഹം എത്രയാന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി മരിക്കാൻ വരെ ഒരുങ്ങിയവൻ അവിടെ ഇരിപ്പുണ്ട്. യേശു പറഞ്ഞത്, തൽസമയത്തെ സഹായത്തിനും കരുണ ലഭിക്കാനും ധൈര്യത്തോടെ, ഉറക്കെ പറഞ്ഞ ധൈര്യത്തോടെ, പമ്മിയല്ല, ധൈര്യത്തോടെ, 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 ധൈര്യത്തോടെ. ലോകത്തിലെ ആൾക്കാർ ആദ്യമേ നോക്കുന്നത് ആരെ വിളിച്ചാൽ കാര്യം റെഡിയാകും. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ അറിയാം, ഹല്ലേലൂയ, തനിക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാവല്ല സഹായിക്കുന്നത്, നമ്മുടെ വീട്ടിലെ അമ്മാവനുമല്ല സഹായിക്കാൻ പോകുന്നത്. എൻ്റെ സഹായം വരുന്നത് സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കത്തില്ല. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കുമെന്ന് പറഞ്ഞവൻ്റെ പേര് യേശു എന്നാണ്. യേശു ജീവനോടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ അകത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോൾ നടക്കുവോ ഇല്ലയോ എന്ന് രണ്ട് സംശയം വേണ്ട. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. വീട്ടിൽ കയറുമ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ അവർ കാത്തിരിക്കുക. വീടും അനുഗ്രഹമാ, വെളിയിലും അനുഗ്രഹമാ. ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു അനുഗ്രഹമാ. ഉറക്കെ പറഞ്ഞ ഞാനൊരു അനുഗ്രഹമാ. അതിന് വിപരീതമായ ചിന്ത കൊണ്ടുവരുന്നവനാണ് പിശാച്. ആ പിശാചിനോട് ഇന്ന് പറയണം, വേറെ പോയി പണി നോക്ക്. വചനം സത്യം എന്നെ അറിയിച്ചത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നല്ല ഒച്ചത്തിൽ പറഞ്ഞ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അബ്രഹാമിനോട് ദൈവം അനുഗ്രഹം പറഞ്ഞത്, നീ വീട്ടിൽ നിന്നും ചാർച്ചക്കാരെയും വിട്ടിറങ്ങുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ ലോകത്തിലെ സകല നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ലോകത്തിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഒറ്റയ്ക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. പക്ഷേ കൂട്ടത്തിൽ ലോത്തിനെ കൂടെ കൊണ്ടുവന്നു. അവിടെ 13-ാം അധ്യായം പറയുന്നു, വളരെ സമ്പന്നനായി ഇപ്പം സമ്പന്നത വന്നപ്പം ഈ രണ്ടുപേര് തമ്മിൽ ചേരുന്നില്ല. അന്നേ അബ്രഹാമെ നിന്നോട് ഒറ്റയ്ക്ക് ഇറങ്ങാനല്ലേ പറയുന്നത്, കൂട്ടുകെട്ടിൽ പെടാതിരിക്കാനല്ലേ പറഞ്ഞത്. പക്ഷേ കൂട്ടത്തിൽ ഇറക്കിയതുകൊണ്ട് വഴക്കുണ്ടാകാൻ തുടങ്ങി. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നിനക്ക് കാണുന്ന ദേശം നിനക്ക് വേണമെങ്കിൽ എടുക്കാം. അബ്രഹാം ഉടനെ നോക്കിയപ്പോൾ എന്തൊരു മണ്ടനാ അബ്രഹാം. ഹല്ലേലൂയ. അബ്രഹാം എന്തൊരു മണ്ടനാ. എന്നോട് പറഞ്ഞിരിക്കുക, നീ തിരഞ്ഞെടുത്തോളാൻ. ഹല്ലേലൂയ. നോക്കിയപ്പോൾ നീരുള്ള സ്ഥലം, നല്ലൊരു സ്ഥലം, ഫലപുഷ്ടിയുള്ള സ്ഥലം, അതെടുത്തിട്ട് പറഞ്ഞു, അബ്രഹാമേ
അബ്രഹാമേ ഞാൻ അതെടുക്കുക. അബ്രഹാം നോക്കിയപ്പോൾ ബാക്കി എല്ലാം മരുഭൂമിയായിട്ട് കിടക്കുക. പക്ഷെ അബ്രഹാമിന് നിരാശയില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അബ്രഹാമിന് അകത്ത് ഒരു ഉറപ്പുണ്ട്. കാണുന്ന സ്ഥലമല്ല അനുഗ്രഹം, താനാണ് അനുഗ്രഹം. ഇന്നിവിടെ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, അവസ്ഥകൾ മാറിയിട്ടല്ല സ്തോത്രം ചെയ്യുന്നത്. മരുഭൂമിയിലാണ് നീ നിൽക്കുന്നെങ്കിൽ നിന്റെ കാല് ചവിട്ടുന്നിടം നീരുറവകൾ പൊട്ടി പൊടരും. അങ്ങനെ നിങ്ങൾക്ക് അനുഭവമില്ലെങ്കിൽ ഇന്ന് സത്യം കേട്ട് ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമ്പോൾ, നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് മനസ്സിലാകുമ്പോൾ, വരണ്ട ഭൂമി അതിന്റെ ഫലം തരും. കാരണം നീ ഒരു അനുഗ്രഹമാ. ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹം. ഞാൻ പോകുന്നിടത്ത് അനുഗ്രഹം, ഞാൻ തൊടുന്നിടത്ത് അനുഗ്രഹം. ഞാൻ തള്ളി പൊളിഞ്ഞിരിക്കുന്ന വീട്ടിൽ കയറിയാൽ ആ വീട്ടിന്റെ അവസ്ഥകൾ മാറും. വെളിച്ചം നിറഞ്ഞിരിക്കുന്നവൻ, അഭിഷേകത്തിൽ നിറഞ്ഞവൻ. എത്ര പേര് ഇവിടെ ഉണ്ട് അങ്ങനെയുള്ളവർ? അവർ യേശുവിന്റെ നാമത്തെ വർണ്ണിച്ചാട്ടെ, യേശുവിന്റെ നാമത്തെ സ്തോത്രം ചെയ്താട്ടെ, യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ കാൽ വെക്കുന്നിടം അനുഗ്രഹം, ഞാൻ തൊടുന്നിടം അനുഗ്രഹം. അതിന്റെ കാര്യം ഞാൻ തന്നെ ഒരു അനുഗ്രഹമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവർ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ അനുഗ്രഹത്തിന്റെ കാരണം യേശുവാണ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്, യേശുവിനെ സകല നാമത്തിനേക്കാളും മേലായ നാമം ആക്കി വെച്ചു. അവന്റെ നാമം വെറുതെ കിട്ടിയതല്ല. പിശാചന്റെ എല്ലാ കോട്ടകളെ ഇടിച്ച് പിശാചന്റെ ആയുധവർഗങ്ങൾ കീഴ്പ്പെടുത്തി. അടുത്തിരിക്കുന്ന ആളോട് പറയേണ്ട, പിശാചിന് ഒരു ആയുധവുമില്ല, പക്ഷെ പിശാചിന് തന്ത്രങ്ങളുണ്ട്. മനസ്സിനെ തകർക്കുക. അതുകൊണ്ട് തന്നെ 1-ാം അധ്യായം ദൈവം ആദി മുതൽ സംസാരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, സംസാരിക്കുന്ന ദൈവം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ വചനം വായിക്കുന്നു എന്നല്ല, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ യേശുവിൻ്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആടെന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്നെ ഒരു സിംഹം എന്ന് വിളിക്കുകയായിരുന്നെങ്കിൽ ഒന്നില്ലെങ്കിലും ഒരു കടി കൊടുക്കുകയോ ഒരു മാന്തുവോ ചെയ്യായിരുന്നു. ഇപ്പം കടിക്കാനായിട്ട് ആടിന് പല്ലുമില്ല, മാന്താനായിട്ട് നഖവുമില്ല. പക്ഷെ ഒരു ഗുണമുണ്ട്, എടേൻ്റെ പിന്നാലെ നടക്കുമ്പോൾ കടിക്കേണ്ടി വരത്തില്ല, മാന്തേണ്ടി വരത്തില്ല. നിന്റെ ശത്രുക്കൻ മുൻപാകെ മേശ ഒരുക്കിക്കൊണ്ട് നിന്നോട് പറയും, ഞാൻ നിന്നെ വഴി നടത്തും. അതുകൊണ്ടാണ് ദാവീദ് ഒരു ഇടയനായരെ കൊണ്ട് വിളിച്ചു പറഞ്ഞത്, യഹോവ യേശു എൻ്റെ ഇടയനായത് കൊണ്ട്, ആയിരുന്നു എന്നല്ല, ആകാൻ പോകുന്നു എന്നല്ല, എൻ്റെ ഇടയനാണ്. എത്ര പേര് പറയും, യേശു എൻ്റെ ഇടയനാണ്, യേശു എൻ്റെ ഇടയനായാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും എനിക്ക് ഒരു ആശങ്കയുമില്ല, ഒരു കുറവും വരാൻ പോകുന്നില്ല. നല്ല ആർത്ത് വിളിച്ചുകൊണ്ട് പറയണം, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച. നല്ല ഉച്ചത്തിൽ ഒന്നുകൂടെ പറഞ്ഞ, ഞാൻ ഉയർച്ച. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞു. അത് വേണം വിശ്വസിക്കാൻ. ഇപ്പം പറഞ്ഞത് വേണം വിശ്വസിക്കാൻ. അവരും ഇവരും പറഞ്ഞതല്ല വിശ്വസിക്കേണ്ടത്. ഇയ്യോബിനെ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ, കൂട്ടുകാർ വന്ന് പറയുന്നത് അവിശ്വസിക്കുന്നത്. കേട്ട് അവസാനം ഇയ്യോബ് പറഞ്ഞു, എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരുടെ വാക്ക് കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു. എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ലായിരുന്നു. എന്നാൽ അതൊരു പാഠമാണ് നമുക്ക്. ഇവരും അവരും പറയുന്നതല്ല കേൾക്കേണ്ടത്. ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. അന്യൻ്റെ ശബ്ദം കേൾക്കാതെ നടക്കുമ്പോൾ ഹല്ലേലൂയ ഉറപ്പുണ്ട്, ഒരു മധ്യസ്ഥനും കൂടെ എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. നല്ല വാമൊഴിയായി നല്ല ഒച്ചത്തിൽ പറഞ്ഞ വിശ്വാസം കേൾവിയാലും കേൾവി. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ചിലരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടായിരിക്കും. കുറേ നാളെ ഇത് പറയുന്നുണ്ട്, ഒരു മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് നടക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നടക്കുമെന്ന്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെന്ന്? വിശ്വസിക്കുന്നവർ മാത്രമാണ് ഇത് പറയുന്നത്. അവർ പറയുമ്പോൾ ദൈവം ഭൂമിയിൽ പറയുന്നതിന് തുല്യമാണ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും എന്ന് പറയുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞവൻ അകത്ത് നിന്നുകൊണ്ട് അത് പറയിപ്പിക്കുകയാണെങ്കിൽ ദുർഘട മാർഗങ്ങൾ നേരെയാകും, ഇരുമ്പോടാമ്പുകൾ തല്ലി തകർക്കും, നിനക്ക് ആക്സലറേഷൻ കൂടും, വേഗത കൂടും. നീ ചിന്തിക്കാത്ത ഉയർച്ചയിലേക്ക് നീ ഉയർത്ത തന്നെ ചെയ്യും. നീ വിശ്വസിക്കാത്ത സ്ഥാനത്ത് പോയി നിന്നെ നിർത്തും.
നിർത്തുന്നവൻ കർത്താവാണ്. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവനോട് ഇരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ മാത്രം ആർപ്പ് വിളിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്തോട്ടെ. ഓർത്ത് നോക്കിക്കേ, ദൂതന്മാർ പോലും സേവാത്മാക്കളാന്ന് പറഞ്ഞ എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ദൂതന്മാർ നിങ്ങളെ സേവിക്കുന്നവരാണ്, നിങ്ങളുടെ കൂടെ യെസ് സർ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണ്. കാരണം അവരെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ അകത്തായിരിക്കുന്നത്. ഓർത്ത് നോക്കിക്കേ, ദൂതന് സുവിശേഷം അറിയിക്കാൻ യോഗ്യതയില്ല, അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല. യേശുവിന്റെ നാമം ഉപയോഗിക്കാൻ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്ന തൻ്റെ മക്കൾക്ക് വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമം പറയുമ്പോൾ, യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ അവസാനമല്ല. യേശുവിൻ്റെ നാമം വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. സ്വർഗീയ വിരുന്നുകാർക്ക് ഇത് പുതുമയല്ല. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ദേശങ്ങളെ പിടിച്ചടക്കിയവർ ഇവിടെ ഇരിപ്പുണ്ട്. യേശുവിൻ്റെ നാമം ഉപയോഗിച്ചപ്പോൾ അത്ഭുതം കണ്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ആ നാമം ഒരു പുതുമയല്ല, പക്ഷെ ചില സമയത്ത് മറന്നു പോകുക. അതുകൊണ്ട് തന്നെ ആർത്തു വിളിച്ച് ആ നാമത്തെ വിളിച്ചു പറയുമ്പോൾ വചനം പറയുന്നു, ആ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും മടങ്ങും മടങ്ങും. നീ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ കടബാധ്യത പറയും മതി, ഞാൻ മടങ്ങുവാണ്. നിന്റെ രോഗം പറഞ്ഞു മതി, ഇനി ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. ഒരു ബാധയെ നിന്റെ കൂടാരത്തിന് സമീപിക്കത്തില്ല. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ദൂതന്മാർ മുട്ടുമടക്കും, ഭൂലോകർ മുട്ടുമടക്കും, അധോലോകർ മുട്ടുമടക്കിക്കൊണ്ട് പറയും മതി. ആ നാമം ഞങ്ങളെ നിർത്തുന്നില്ല. ഒരു മിനിറ്റ് അന്യഭാഷയിൽ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, രാജാവിന്റെ നാമം ഏറ്റെടുക്കുമ്പോൾ എല്ലാം മുട്ടും. ആരാധിക്കുമ്പോൾ കണ്ടാൽ അറിയാം ആശിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം കണ്ടുകൊണ്ട് ആരാധിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്നിവിടെ ഇരിക്കുന്നവർ വിശ്വസിക്കണം. രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്, ദേശത്തൊരു അനുഗ്രഹമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരു സഭായോഗം കേട്ടിട്ട് ബൈ ബൈ പറഞ്ഞ് അടുത്ത ഞായറാഴ്ച കാണാമെന്ന് പറയാനായിട്ടല്ല ഇവിടെ വിളിച്ചിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഞാൻ ഫീൽഡിൽ, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുമ്പോൾ യേശു വരും. ഞാനോ ലോകാന്ത്യത്തോളം നിന്റെ കൂടെ. ഇറങ്ങി പുറപ്പെടുന്നവന്റെ കൂട്ടത്തില ദൈവം, ആർത്ത് വിളിക്കുന്നവന്റെ കൂട്ടത്തില ദൈവം. അത് വിശ്വസിക്കുന്നവരെ കണ്ടാൽ അറിയാം. വിട്ടുകൊടുക്കരുത്. ആ കരങ്ങളൊക്കെ അടിച്ച് ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്ത് ആ ചങ്ങലകൾ പൊട്ടിച്ച് പൗലോസിനെ പാമ്പ് കടിച്ചപ്പോൾ കൊടഞ്ഞു കളഞ്ഞതുപോലെ ദാരിദ്ര്യത്തോട് പറഞ്ഞ് ബൈ ബൈ ദാരിദ്ര്യം, ഇന്നു മുതൽ നീ എൻ്റെ ജീവിതത്തിൽ വരുത്തില്ല, എൻ്റെ കുഞ്ഞിനെ തൊടുത്തില്ല. തലമുറയെ കുറിച്ച് ഭാരപ്പെട്ട് വന്നിരിക്കുന്ന ദൈവ പൈതലേ, വചനം പറയുന്നു യെശയ്യാ 49, ഞാൻ നിന്റെ മക്കളെ വിടുവിക്കും, ഞാൻ നിന്റെ മക്കളെ പഠിപ്പിക്കും, നിന്റെ മേൽ സമാധാനം ഉണ്ടായിരിക്കും. ഇരുന്നാട്ടെ. ഇരിക്കുമ്പോൾ 3-4 പേരെ അനുഗ്രഹിച്ചിട്ട് വേണം ഇരിക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാ, ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിച്ചപ്പോൾ തന്നെ സ്വർഗത്തിലെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നിരിക്കുക. ദൈവം വാക്ക് മാറത്തില്ല. യെശയ്യാ സങ്കീർത്തനം 89:35 ഇങ്ങനെ പറയുന്നത്, എൻ്റെ വായിന്ന് പുറപ്പെട്ട വാക്ക് ഞാൻ തിരിച്ചെടുക്കത്തില്ല, അത് ഓൾട്ടറും ചെയ്യത്തില്ല. യേശു പറഞ്ഞിട്ടുണ്ടോ അത് നല്ലതുപോലെ തന്നെ നടക്കും. മനുഷ്യൻ വാക്ക് മാറും, ദൈവം വാക്ക് മാറത്തില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം മനുഷ്യനല്ല, മറന്നു പോകാൻ. ദൈവം മനുഷ്യനല്ല, വാക്ക് മാറാൻ. പറഞ്ഞതോ നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നീ വാലല്ല തലയാകും. നീ വായ്പ വാങ്ങത്തില്ല, വായ്പ കൊടുക്കുന്നവൻ വായ്പ വാങ്ങിച്ച് വേറൊരു കൊടുക്കാനല്ല, സ്വയമേ നിൻ്റെ അകത്ത് സമ്പന്നത ഉണ്ടാക്കാനായിട്ടുള്ള കഴിവ് ദൈവം വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. യേശു എൻ്റെ ഇടയനാകുന്നു. ഈ 23 സങ്കീർത്തനം 23 യേശു എൻ്റെ ഇടയനാകുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, യേശു എൻ്റെ
എൻ്റെ ഇടയന, യേശു എൻ്റെ ഇടയന, യേശു എൻ്റെ ഇടയന. എബ്രായർക്ക് എഴുതിയ ലേഖനം വളരെ മനോഹരമാണ്. ആദ്യത്തെ അധ്യായം കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നപ്പോൾ പറഞ്ഞു, ഹി ഒബ്റ്റെയിൻഡ് നെയിം, തൻ ഒരു നാമം പിടിച്ചെടുത്തു. ആ പാതാള ഗോപുരത്തിൻ്റെ മരണമേ നിൻ്റെ ജയം എവിടെ, പാതാള ഗോപുരമേ പാതാളമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ആർത്ത് വിളിച്ച് അവരെ കീഴ്പ്പെടുത്തി. അതിനാൽ അവന് ഒരു നാമം ദൈവം കൊടുത്തു. ആ നാമം ഒബ്റ്റെയിൻ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതിനെ മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം. ലോകത്തിലെ ആൾക്കാരെക്കാളും വെറും ഭൗതികമായ നന്മകൾ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിലോ അതിനേക്കാളും അധികമാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ, മഹത്വമേറിയതാ പദ്ധതി. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8:18 പറയുന്നത്, ഈ ലോകത്തിലെ ചെറിയ പ്രയാസങ്ങൾ ഒക്കെ വെച്ച് നോക്കിയാൽ വരാനിരിക്കുന്ന മഹിമ എത്ര വലുതാ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. ചിലർ അത് മാത്രം നോക്കിയിട്ട് ഇവിടെ ജീവിക്കാൻ മറന്നു പോകും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ജയോത്സവമാണ്, പക്ഷെ മരണത്തിൻ്റെ മേൽ ജയമാണ്. 2 വചനം വായിച്ചോ. 2 കൊരിന്ത്യർ 2:14. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15 അധ്യായം. ഹല്ലേലൂയ. വായിച്ചേ. 2 കൊരിന്ത്യർ 2 അധ്യായം. ഹല്ലേലൂയ. അതിൻ്റെ 14 വാക്യം വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും, ക്രിസ്തുവിനെ നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തിയ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എല്ലായിടത്തും, നല്ല ഉച്ചത്തിൽ പറയണ, എല്ലായിടത്തും, എല്ലായിടത്തും, എല്ലാ ഇപ്പോഴും ക്രിസ്തു മുഖാന്തരം. അത് ഈ ഭൂമിയിലാണ്. മനസ്സിൻ്റെ അകത്ത് ആണ് സ്പിരിച്വൽ വാർഫെയർ നടക്കുന്നത്. മനസ്സിനകത്തെ ആ പ്രത്യാശ നഷ്ടപ്പെടുത്താൻ ആ പിശാച് തൻ്റെ തന്ത്രങ്ങൾ മെനയുന്നത്. പിശാചിൻ്റെ തന്ത്രം നിങ്ങളുടെ ശരീരത്തെ തൊടത്തില്ല, നിങ്ങളുടെ ബിസിനസ്സിനെ തൊടത്തില്ല. നിങ്ങളുടെ മനസ്സിനെ തൊടുമ്പോൾ ബാക്കി എല്ലായിടത്തും തൊടാൻ പറ്റും. പക്ഷേ ദൈവവചനം ശ്രവിക്കുന്നവൻ, യേശുവിൽ ആശ്രയിക്കുന്നവൻ, അവൻ പറയും, ഇതൊന്നുമല്ല ഞാൻ കേൾക്കാൻ പോകുന്നത്, എൻ്റെ ഇടയൻ്റെ ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 10 പറയുന്നത്, നിങ്ങൾക്ക് സങ്കല്പങ്ങളും വിചാരവും ക്രിസ്തു യേശുവിനോടുള്ള അനുസരണത്തിന് വിപരീതമായി ഉയരുന്ന കോട്ടകളെ താലോലിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ഇടിച്ചു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും, കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ജീവിതം ഇത്ര നാളുമായിട്ട് പരാജയമായി എന്ന് തോന്നൽ തരുന്നവനോട് പറയണം, നിർത്തിക്കോ. എല്ലായിടത്തും, എല്ലാ ഇപ്പോഴും ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയത്തിൻ്റെ ഉത്സവമാണ്. ചിലർ പറയും, ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇനി മുമ്പോട്ട് എങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതി. വേണ്ട, നങ്കൂരം കരക്കാൻ നോക്കിക്കോ. ഹല്ലേലൂയ. 80-ാം വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചവൻ, ഹല്ലേലൂയ, മോശെ മോശെക്കാളും വലിയ സ്ഥാനമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സമയം പോയിട്ടില്ല. ഉറച്ചു പറഞ്ഞ സമയം പോയിട്ടില്ല. അടുത്തിരിക്കുന്ന ആളോട് സമയം പോയിട്ടില്ല. നങ്കൂരം കറക്കാൻ നോക്കിക്കോ. കറക്കി, ഹല്ലേലൂയ, അത് തിരശ്ശീലയുടെ പിന്നിൽ ചെന്ന് വീഴുന്ന വരെ ഉയർച്ച തന്നെ പ്രാപിക്കും. നല്ലൊരു ഒച്ചത്തിൽ പറഞ്ഞാട്ടെ, ഉയർച്ച തന്നെ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ. ഒരു സഹോദരൻ, തൻ്റെ പേര് സ്റ്റാൻലി എന്നാണ്, കാനഡയിൽ താൻ ജോലി ചെയ്യുന്നത്. താൻ ഒരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത്. ഹല്ലേലൂയ. സോ കഴിഞ്ഞ ദിവസം ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ അവർ പറഞ്ഞു, ശനിയാഴ്ചയും ഞായറാഴ്ചയും ജോലി ചെയ്യണം. താൻ ആ മാനേജ്മെൻറ്റിനോട് പോയി പറഞ്ഞു, സോറി, എനിക്ക് ശനിയും ഞായറും ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എനിക്ക് ആരാധനയ്ക്ക് പോകണം. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നവന് ആരാധിക്കാൻ പോകണം. ഉടനെ ഇരുന്ന മാനേജർ പറഞ്ഞു, എന്നാൽ നാളെ ഇനി അടുത്ത തിങ്കളാഴ്ച മുതൽ വരണമെന്നില്ല. അതൊരു വെള്ളിയാഴ്ചയാണ്. തിങ്കളാഴ്ച മുതൽ വരണമെന്നില്ല. ഹല്ലേലൂയ. അതിൻ്റെ ജോലി ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ടെർമിനേറ്റ് ചെയ്യേണ്ട, ഞാൻ റിസൈൻ ചെയ്തോളാം. അവിടെ ഇരുന്ന് ഒരു കടലാസയിൽ എഴുതി കൊടുത്തു, ഇനി മുതൽ ഞാൻ ജോലിക്ക് വരുന്നില്ല, തിങ്കളാഴ്ച ജോലിക്ക് വരുന്നില്ല. കാരണം എന്താ? എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ചിലരൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ഓവർ ടൈം എടുക്കാൻ പോകും. അത് ലോകത്തിലെ പ്രമാണമാണ്. കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നിശ്ചയമായും നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞാട്ടെ, പിന്തുടർന്നുകൊണ്ടേയിരിക്കും.
താൻ അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തപ്പോൾ എന്നോട് സ്റ്റാൻലി പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടായി. ഭയങ്കര സന്തോഷം ഉണ്ടാകാൻ ഒരു കാരണമില്ല. കാര്യം വരുമാന മാർഗം അടഞ്ഞു. താൻ വണ്ടിയെ കയറി വീട്ടിൽ പോകുന്ന വഴിക്ക് കല്യാണിയെ വിളിച്ച് പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്തു, അവർ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കാറേ ഇരുന്നുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുക. ജോലി നഷ്ടപ്പെട്ട ആൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വീട്ടിൽ ചെന്നു, കമ്പ്യൂട്ടർ തുറന്നു, വീണ്ടും ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു. അടുത്ത ജോലിക്കാർ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിച്ച് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ താൻ പറഞ്ഞു, ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം, ഹല്ലേലൂയ, ശനി ഞായർ ഞാൻ ജോലി ചെയ്തില്ല, എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ഉടനെ അവർ ചോദിച്ചു, വീണ്ടും ജനിച്ചവനാണോ? ഹല്ലേലൂയ. പറഞ്ഞു, അതെ, വീണ്ടും ജനിച്ചവനാ, ഞാനൊരു പാസ്റ്ററാണ്, എൻ്റെതായി മുഴുവൻ ബിസിനസ്, എനിക്ക് നിന്നെ പോലെ ഒരുത്തനെ തന്നെയായിരുന്നു വേണ്ടിയത്. കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ സാലറിയെക്കാളും 3 ഇരട്ടി സാലറിയോടെ നിന്നെ എടുത്തിരിക്കുന്നു. അത് പോരാ, അത്രയും പോരാ. താൻ പിറ്റേ ദിവസം പോയി അങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ താൻ ജോലിക്ക് ചെന്നപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ 1-2 ജോലിക്കാരല്ല, വലിയൊരു സ്ഥാപനം, അതിൻ്റെ താക്കോൽ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അതെ, നീ തന്നെ ഇത് നടത്തിക്കോളാൻ എന്ന് പറഞ്ഞതുപോലെ നിന്റെ സാക്ഷ്യം നീ നിലനിർത്തിയാൽ ഞാനൊരു ദൈവ പൈതലാണ്, ലോകത്തോട് ഞാൻ അനുരൂപരാകത്തില്ല, ലോകത്തോട് നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയും എന്ന് നീ പറയാൻ പോകുമ്പോൾ ഞാൻ പറയാം, നീ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു വാതിൽ തുറക്കാൻ ശക്തനാണ് എൻ്റെ യേശു എന്ന് വിശ്വസിക്കുന്നവർ ആർത്ത് വിളിച്ചൊരു ആമേൻ എന്ന് പറഞ്ഞേ.